ഉണ്ണി വാവാവോ താമര കണ്ണനുറങ്ങണം കണ്ണും പൂട്ടി ഉറങ്ങണം അപ്പന് തണലായി മഴയണം. കുക്കുവിന്റെ കാര്യം ചളിക്കുത്ത് അടുത്ത ചളിക്കുത്ത് ഇട്. എന്റെ പൊന്നു സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓ ഗായ്സ് മതിയായ സെറ്റപ്പ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗായ്സ്, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ നമ്മൾ എത്തി അല്ലേ? ഗായ്സ്, അങ്ങനെ നമ്മൾ കുറെ ദിവസം കാത്തിരുന്ന ആ സ്ഥലം, അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കിട്ട് വന്നിട്ട് പോകാൻ പറ്റാഞ്ഞ ഒരു സ്ഥലമാണ്. അതായത് ഉള്ളിലോട്ട് ആരെയും കയറ്റി വിട്ടില്ല അല്ലേ? ഓ ഗൈസ്, ഇപ്പോഴും ഇവിടെ മൂത്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് ഇപ്പോഴും ഇച്ചിരി ടഫാണ് കയറി വരാൻ വേണ്ടി. എങ്കിലും കുഴപ്പമില്ല ഗൈസ്, നമ്മൾ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ദൗക്കി വരെ വന്നുള്ളൂ. ദൗക്കി വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അത്ര അതിമനോഹരമായ സ്ഥലങ്ങളാട്ടോ. അതായത് ഇത്രയും ദിവസം പറഞ്ഞ ആ സ്ഥലത്തെത്തി. ഓ ഗൈസ്, ആദ്യം നമുക്ക് ഇവരുടെ ആ വില്ലേജ് കാണാം, അതായത് ഇവരുടെ അതിമനോഹരമായ ഗ്രാമങ്ങൾ. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്ലിയറായ വാട്ടറിലൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യണം. പിന്നെ അതുപോലെ കുറേ സെറ്റപ്പ് ഉണ്ട്. അതിമനോഹരം വെച്ചാല് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നാട്ടുമൂപ്പനില്ലേ, നാട്ടുമൂപ്പൻ അങ്ങനെയുള്ള ഒരാളുമായിട്ട് സെറ്റ് ആക്കണം. അല്ലെങ്കിൽ ഇവിടുത്തെ തുപ്പിൽ കൂളിംഗ് ഗ്ലാസിന്റെ ഗ്ലാസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കൽ ആൾക്കാർ നമുക്ക് പരിചയം വേണം. അങ്ങനെ നമ്മള് ലോക്കലായിട്ട് ഒരാളെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഓ ഇത് നാം ജൊനഥാൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മളെ നയിക്കുന്നത്. അതായത് നമ്മുടെ ഗൂർഖ ചേട്ടന്റെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണ് അല്ലേ? ഗൂർഖ മാലുമേ, അനീസിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ സോംകുണാങ് എന്ന് പറഞ്ഞ എവിടെയാ നിൽക്കാം, സോംകുണാങ് എന്ന് പറഞ്ഞ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. അതിമനോഹരമായ നല്ല ഗ്രാമങ്ങളും നല്ല നല്ല പലക കൊണ്ടും മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വീടുകളും അതുപോലെ തന്നെ ക്ലിയറായ വെള്ളത്തിലുള്ള യാത്രകളും പിന്നെ എന്നാ ഇന്നത്തെ
എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ഓ ഗൈസ് പറയാൻ മറന്നുപോയി. ഞാനത് പെട്ടെന്ന് വിട്ടോട്ടെ, എന്നോട് ക്ഷമിക്കണം. ഓ ഗൈസ് സംഭവം എന്താ വെച്ചാൽ പേര് ആരിസ് ഖാനാണ് പേര്. ഇക്കാരുടെ വീട് കോട്ടക്കലാണ്, മലപ്പുറത്ത്. പ്രവാസികൾക്ക് വേണ്ടിട്ട് അല്ലെ, ഇന്നത്തെ ബ്ലോഗ് നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി എന്താ പറയാ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ പ്രവാസിയാണ്, പെണ്ണ് കെട്ടാൻ വേണ്ടി മാത്രം അല്ലേ എന്റെ പൊന്നെ കുക്കു എത്ര പെടുന്ന ഡേഞ്ചർ ആയെന്ന് നോക്കിയേ. വിട്ടുകളാ കുക്കു കൂൾ കൂൾ. എന്റെ ദൈവമേ, നമ്മുടെ ചേട്ടനെ പരിചയപ്പെടുത്തില്ല. അപ്പൊ ഓ ഗൈസ്, അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് എന്നായിരുന്നു? ആരിസ് ഖാൻ എന്നാണ്. ഇദ്ദേഹം നേരെ ഗൾഫിൽ നിന്ന് വന്നത് ഇങ്ങോട്ടാണ്, അതായത് നമ്മുടെ മേഘാലയയിലേക്ക്. ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്ര, അതായത് അനീസ് ഖാൻ എന്നോട് പറഞ്ഞ കേട്ടോ, നീലാകാശം പച്ചൽക്കാലം ചുമന്ന ഭൂമി എന്ന് പറഞ്ഞ സിനിമ കണ്ട പോലെ ഇന്ത്യ കാണണം എന്നുള്ള, അല്ലെ അങ്ങനെയല്ലേ? അങ്ങനെയാണ് പുള്ളി അനീസ് ഖാനാണ് അങ്ങനെ പറഞ്ഞത്. മുമ്പ് ബാച്ചുലർ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാൻ അല്ലേ? പിന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ പുള്ളിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് അല്ലേ? നല്ല രീതിയിൽ ഞങ്ങളെ ആക്കും. പോരുന്ന പരിപാടി അല്ലേ, നല്ല വഴി. എന്തായാലും വന്ന പാടാണ് നമുക്ക് കുറേ പിസ്തയും ബദാമും പിന്നെ ഇതുകൊണ്ട് പോലീസിന്റെ ഗ്ലാസ്. എന്നോട് പറഞ്ഞു അക്കൂക്ക നിന്നെ പറ്റിച്ചതാ, ഇതാണ് യഥാർത്ഥ പോലീസിന്റെ ഗ്ലാസും അങ്ങനെ പവർ ബാങ്കും കുറേ സ്ഥലം. സത്യം പറഞ്ഞാൽ നമ്മുടെ വേറൊരു കാര്യമുണ്ട്, ഞാൻ വീക്ക്നെസ് കയറി പിടിച്ചു. കൈ നോക്കാൻ നല്ല പവർ ഇക്ക ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നും ഇല്ലല്ലേ, കൈയോടെ ഗൾഫാർ വീക്ക്നെസ് കയറി പിടിക്കണോ? അവര് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്, 3 സോപ്പ്. ഓ ഗായ്സ്, അതായത് നമ്മുടെ ഒരു ആരായിരുന്നു പേര് ഷെഫീഖ്. ഷെഫീഖ് അല്ല, ഫാസിൽ കൊടുത്തിട്ടുണ്ട് കുടിക്കാൻ വേണ്ടി. അല്ല ഗൾഫിൽ നെപ്പോളിയന്റെ ഉള്ളേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അല്ലേ ഉള്ള ആൾക്കാരെല്ലാം ലിവിന് കുളിക്കാൻ വേണ്ടി സോപ്പ് കൊടുത്തു വിടുക കേട്ടോ. അത് ദുബായിന്ന് അല്ലേ, അങ്ങ് ദുബായിന്നല്ലേ. അടുത്ത വർഷം പറഞ്ഞേ സോപ്പ് മാത്രം പോരാ, ഐഫോണിലെ അല്ലേ ഗായ്സ്. അപ്പം എന്തായാലും ഇക്ക നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ഗ്രാമങ്ങളും അതിമനോഹര കാഴ്ചകളാട്ടോ നമുക്ക് വേണ്ടി കാത്തിരിക്കണം. അത്രയ്ക്ക് സെറ്റപ്പാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കി, പക്ഷേ ഞങ്ങളങ്ങോട്ട് പോയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആകർഷണം അല്ലേ, കാന്തം ഇരുമ്പിനെ ആകർഷണം നമ്മളെ ആകർഷിച്ചാലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ പോകുന്നില്ല അല്ലേ. അപ്പോൾ ഷെയ്ഖ് അബ്ദുൾ നമ്മളും കൂടി പണി തുടങ്ങാണ്. പോവാം. അപ്പൊ നമ്മള് നമ്മുടെ ഗ്രാമം എന്ന് വെച്ചാൽ അതിമനോഹരമായ വീടുകളാട്ടോ. അതായത് എല്ലാ വീടുകളും ഇതുപോലെ മരങ്ങൾ കൊണ്ട്. ഇത് ജോനന്റെ വീടാണ് നമ്മൾ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് ഗ്രാമത്തിലേക്ക് ഇറങ്ങാണ്. സെറ്റപ്പ് ആട്ടോ, നല്ല സെറ്റപ്പ്, നല്ല സെറ്റപ്പാണ്. അതായത് നോക്കി എല്ലാ വീടുകളും മരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഓലകൾ കൊണ്ടും സെറ്റപ്പ് ചെയ്താക്കണം കേട്ടോ. നോക്കിയേ, ഏത് സ്ഥലത്തോട്ട് നോക്കിയാലും ഫുള്ള് മരം കൊണ്ടുള്ള വീടുകൾ നോക്കിയാൽ എല്ലാം അത്യാവശ്യം 2 നില കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ഹോം സ്റ്റേയും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതുപോലെ ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായ ഒരു ഗ്രാമത്തിലൂടെ കേട്ടോ നമ്മളിങ്ങനെ നടന്ന് പോകണം. എനിക്ക് അവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ ഈ ഫിലിപ്പീൻസിലും തായ്ലൻഡിലും ഒക്കെ ഉള്ള പോലത്തെ വീടുകളൊക്കെ കേട്ടോ. ആ സ്ഥലത്താണ് സെറ്റപ്പ് കേട്ടോ, നല്ല രസമുണ്ട്. കൊച്ചു പിള്ളേരുണ്ട് ഇവിടെയൊക്കെ ഒരാൾക്ക് 8, 9, 10 പിള്ളേരാട്ടോ. അത്രയ്ക്കും അല്ലേ, ഭയങ്കര ഒരു സെറ്റപ്പ് ആട്ടോ. കാരണം എല്ലാ വീട്ടിലും ഇഷ്ടംപോലെ പിള്ളേരും ഭയങ്കര സെറ്റപ്പ് ആട്ടോ. നോക്കിയേ, ഓരോ സ്ഥലത്തൊക്കെ ഓരോ വീടുകൾ ഓരോ രീതി. നോക്കിയേ, ഇത് കംപ്ലീറ്റ് പലകൾ കൊണ്ടുള്ള വീടുകളാട്ടോ ഈ കാണുന്നത്. ഗായ്സ്, നമ്മളെല്ലാരും കൂടി ഈ ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് നോക്കിയാൽ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് ഇവിടെ പല ടൈപ്പ് വീടുകളാട്ടോ. എല്ലാ വീടിന്റെ ഫൗണ്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിലാട്ടോ. കുറഞ്ഞത് എല്ലാ വീട്ടിലും 2 നിലയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഓ ഗായ്സ്, ഇവിടെ ഓരോ സൈഡിലും ഓരോ രീതിയിലുള്ള വീടുകളാട്ടോ. ചില സ്ഥലത്ത് നല്ല വാർത്ത വീട്, ചില സ്ഥലത്ത് മറ്റേ അതുകൊണ്ടോ ടിൻഷീറ്റ് കൊണ്ട് മരം കൊണ്ടുള്ള വീട്, എന്നാൽ ചില സ്ഥലത്ത് നല്ല വാർത്ത സെറ്റപ്പ് കിടുക്കാച്ചി വീടുകൾ നോക്കിയാൽ അടിപൊളി മരങ്ങള് അല്ലേ. ചില സ്ഥലത്ത് കുഞ്ഞു പിള്ളേരെല്ലാം കല്ലെടുത്തെറിയാൻ അല്ലേ. തലയിലോട്ടൊന്നും എറിയട്ടെ. ഓ ഗായ്സ് നോക്കി ഇവിടെയൊക്കെ ചെറിയ ചർച്ചുകളും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ നോക്കിയേ, സെറ്റപ്പ് ആട്ടോ. പക്ഷെ ഭയങ്കര നീറ്റാ അല്ലേ. ഓ ഗായ്സ് നോക്കൂ, നമ്മുടെ അടപ്പ് പൂട്ടിപ്പോട്ടോ. കാരണം അത്രയ്ക്ക് ഗായ്സ് ഈ വില്ലേജിനകത്ത് കുറേ പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ പൈസക്കാരും ഉണ്ട്, പാവപ്പെട്ടവരുണ്ട്, പക്ഷെ എല്ലാവർക്കും ടൂറിസം കൊണ്ട് അത്യാവശ്യം വരുമാനം കിട്ടുന്നതല്ലേ. ഗൈസ് ഈ ഏരിയയിലെ ഹോട്ടലാട്ടോ ഈ കാണുന്നത്. കിട്ടും ഇവിടെ ചോറും മീൻ വറുത്തതും കിട്ടും, പിന്നെ നല്ല സൂപ്പർ അടി അല്ലേ. നമ്മൾ പട്ടിനെ പിടിച്ചോ, അതിനെ പിടിച്ച് കറി വെക്കൂട്ടോ അല്ലേ. ഓ ഗൈസ് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടി
ദിസ് ഈസ് ക്യാ ഹൈ? ലിച്ചി. ഓ ലിച്ചി. ഓ ഗൈസ് ഈ കാണുന്ന ലിച്ചി മരം കേട്ടോ. ഭയങ്കര ആരാധകനാ അല്ലേ? അവൻ ലിച്ചിന്റെ അല്ല ചേച്ചീന്റെ. അല്ല ലിച്ചി അല്ലേ? അല്ലേ? ഓ ഗൈസ് മതിയായ സെറ്റപ്പ് ആട്ടോ. ഇങ്ങനെ കൊള്ളാം നല്ല അടിപൊളി വില്ലേജാ. നല്ല വെടിക്കെട്ട് വീടുകളും ഉണ്ട്, സാധാരണ നിലയുള്ള വീടുകളും ഉണ്ട് അല്ലേ? ശിവൻ വെറുതെ കണ്ട പട്ടികളൊക്കെ ആയിട്ട് അടിയാക്കും കേട്ടോ. എന്താ സംഭവം അറിയാം? ഈ മനുഷ്യൻ അതിന്റെ കാരണം പോയൊരു പട്ടിക്ക് ബ്രെഡ് കൊടുത്തു, അതിന് കൊടുത്തില്ല, പിന്നെ അത് നേരെ നിർത്തി. ഇവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ടൂറിസ്റ്റ് ഫുട്ബോൾ ഗൈസ് വളരെ സാധാരണ രീതിയിലുള്ള വീടുകളാട്ടോ. എല്ലാം ഓല കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈറ്റ കൊണ്ടൊക്കെ പണിതാക്കുന്ന എല്ലാ തരത്തിലും ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും വരുമാന മാർഗം ടൂറിസം. അങ്ങനെ തന്നെയാണോ അനീസ്ക? അല്ലേ? ഓ ഗൈസ് നോക്കിയേ, എല്ലാവരുടെ മെയിൻ ഇത് അതാ ഓരോരുത്തരുടെ ടൂറിസത്തിന്റെ പല ഭാഗം തയ്ക്കാൻ വേണ്ടിയാ ജാക്കറ്റുകള്. നിങ്ങളുടെ മൂട് കീറിട്ടുണ്ട തയ്ക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ഗൈസ് നോക്കിയേ, ഏതൊരു പട്ടിനെ കണ്ടാലും ഓടിക്കും കേട്ടോ. ഇത്ര ശൗര്യോ നോക്കിയാ വരുന്ന പോലുമില്ല. വാക്കോ കുക്കു സോറി കേട്ടോ, അക്കു അല്ല കേട്ടോ, കുക്കു. ചേട്ടയ്ക്ക് ഇടയ്ക്ക് വിളിക്കുമ്പോ മാറിപ്പോന്ന ഞാൻ അങ്ങനെ വിളിക്കോ കുക്കു? ഞാൻ അങ്ങനെ വിളിക്കോ കുക്കു? ഞാൻ അങ്ങനെ വിളിക്കോ? കാണുന്നുണ്ടല്ലോ അല്ലേ? ഓ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കട്ടെ ഇതിന്റെ അകത്തൂടെ. ഗൈസ് അക്കു ഞങ്ങൾക്ക് ഒരു പ്രോമിസ് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് അക്കു ദുബായ് ചെന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിസ അയച്ചു തരാം. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഇന്നലെ രാത്രിയില്. അങ്ങനെ പ്ലാൻ ചെയ്ത് അവസാനം എന്താന്ന് വെച്ചാല് ലിവിന് പാസ്പോർട്ട് ഇല്ല. പ്ലാനുകളുണ്ട്, എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് പറയാണ് അതിന് നിങ്ങൾ എന്തിനാ കൂർക്കനെ തോണ്ടുന്നേ? അവിടെ പോയിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എല്ലാം റെഡിയാക്കി പറയാം, ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണം പാസ്പോർട്ട് അല്ലേ? ഓക്കെ ഇത് ഇവിടുത്തെ വേറൊരു ചർച്ച കേട്ടോ. ഇവിടെ കുറെ ചർച്ചകളുണ്ട് കേട്ടോ, പല സെറ്റപ്പ്, പല രീതിയിലുള്ള സെറ്റപ്പ് കേട്ടോ. അല്ലേ? നമ്മുടെ രാവിലെ തന്നെ മറ്റേ നമ്മുടെ കൂടുതലുള്ള രാവിലെയുടെ കുർബാനയാണ്. അപ്പൊ നമ്മുടെ കൂടുതലുള്ള പുള്ളിക്കാരനല്ലേ, പുള്ളിക്കാരൻ മുങ്ങി അല്ലേ? ഓ ഗായ്സ് അങ്ങനെ നമ്മൾ വില്ലേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതായത് നമ്മളിപ്പം വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്ന ഈ കാണുന്ന പുഴയിലേക്ക് കേട്ടോ. ഈ കാണുന്ന പുഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഡൗക്കിക്ക് ഇച്ചിരി പച്ച കളർ കൂടുതലാണെങ്കിൽ ഇവിടെ പക്ക വെളുത്ത നിറത്തിലുള്ള വെള്ളം കേട്ടോ. അത് ക്ലീൻ, അതായത് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ടുണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് നമുക്ക് എത്ര ആഴം ഉണ്ടെന്ന് ഒന്നും എന്നെ സംബന്ധിച്ചാല് എത്ര ആഴം ഉണ്ടെന്ന് പോലും നമുക്ക് പോലും മനസ്സിലാവും. അത്രയ്ക്കും ക്ലിയർ ആട്ടോ ഇവിടുത്തെ വെള്ളം അല്ലേ? ഇതിന്റെ മേളിൽ കൂടി ഇങ്ങനെ തൂക്കുവാലൊക്കെ പോണോക്കെ അത് നമ്മൾ താഴെ നിൽക്കുന്ന മേളിൽ നിന്ന് കാണാൻ വേണ്ടിയാ അല്ലേ? ഓ ഗൈസ് അല്ലല്ല, ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ കടക്കാൻ വേണ്ടി അതിൻ്റെ അകത്തുള്ളിലൊക്കെ വീടുണ്ട് കേട്ടോ. വീട്, ഹോം സ്റ്റേ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടോ. ഓ ഗൈസ് ഇന്നലെ രാത്രിയിലാണ് നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. കാരണം വെച്ചാൽ പകൽ ഇങ്ങോട്ട് വരൽ ഒരു ഇച്ചിരി പ്രയാസം കേട്ടോ. ബാറല്ല, ബോട്ട് കൗണ്ടർ, BOAT ബോട്ട് കൗണ്ടർ. ഓ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഈ കാണുന്നതാണ് സ്ഥലം. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. ഇത് തുടക്ക ഭാഗങ്ങളാട്ടോ. കാരണം ഇത് വെള്ളം കുറഞ്ഞത് കൊണ്ട് മറ്റു അങ്ങോട്ടാട്ടോ ക്ലിയർ ആയിട്ട് കിടക്കുന്ന ആ ഭാഗത്തോട്ട്. ഒന്ന് തുമ്മിയ മേലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ സെൽഫി എടുക്കുന്നു അല്ലേ? ഓ ഗായ്സ് നോക്കിയേ, എന്റെ പോലെ ഫുള്ള് ടെന്റുകളാട്ടോ എല്ലാ വശത്തും അല്ലേ? ആയിട്ടാ എവിടെ നോക്കിയാലും ടെന്റുകളല്ലേ? ആ ടെന്റിന്റെ കാര്യം പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം താമസിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്തിട്ട് മോളത്തെ ഇവിടത്തെ ആൾക്കാർ 2-3 പേര് മരിച്ചു. ഡേഞ്ചർ അല്ലേ? അത് ഈ കാലില്ലേ, കാല് നദിയിലോട്ട് കുത്തിയിട്ടാണ്. പെട്ടെന്ന് വെള്ളം വന്നിട്ട് കൊണ്ടുപോയി. ഡേഞ്ചർ അല്ലേ? നോക്കി ആ തൂക്കുപാലത്തിലൂടെ ഒക്കെ ആൾക്കാർ പോകുന്ന പോക്കുണ്ടോ? എന്തോരം ആൾക്കാരൊന്നും കുറെ പേര് താമസിച്ചാ അല്ലേ? ഓ ഗൈസ് സംഭവം സെറ്റപ്പ് ആട്ടോ. നല്ല ക്ലിയർ വെള്ളം കേട്ടോ. ആ ലൈഫ് ജാക്കറ്റ് വന്നിട്ടോ. നോക്കിയാ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടോ കണ്ടോ. കുറെ റോപ്പ് വേ കൂടെ പോകുന്നതും കുറെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ? ഓ ഗൈസ് നോക്കിയേ, എല്ലാവരും ഈ സംഭവം ധരിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ വഞ്ചി കയറും. സംഭവം ഭയങ്കര സെറ്റപ്പ് ആട്ടോ. അല്ലേ? എങ്കിലും ലിവിനെ എന്ത് പറയുന്നത്, നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഏച്ചി കെട്ടിയാ ഇരിക്കും. ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറും കേട്ടോ. അതായത് 3 ബോട്ടാ പറഞ്ഞേ? 2 ബോട്ട്. ഏതിലാ പറഞ്ഞേ? ഓ ഗായ്സ് ഒരു ബോട്ടിൽ എത്ര പേരാ?
ആ ഗൈസ് ഒരു ബോട്ടില് 3 പേരാട്ടോ. കൊള്ളാം നല്ല കിടിലം ബോട്ട് കേട്ടോ. പ്രായമുള്ള ആൾക്കാരെ ബോട്ടിൽ കയറാം അല്ലേ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടും അല്ലേ? ഓ ഗൈസ് നമുക്ക് പ്രായമുള്ളവരുടെ ബോട്ടിൽ കയറാം കേട്ടോ. എന്റെ പൊന്നെ, നമ്മൾ അന്ന് ദൗക്കി പോയ പോലെ അല്ല എന്നാണ് ഗൂർക്കച്ചേട്ടൻ പറഞ്ഞത്. അതായത് അതില് ക്ലിയർ ആണെന്ന് കേട്ടോ പറഞ്ഞത്. നമ്മൾ പണി തുടങ്ങിട്ടോ. എന്റെ പൊന്നെ, ഇങ്ങോട്ട് വരാൻ നേരത്ത് തന്നെ നല്ല ക്ലിയർ ആട്ടോ. പക്ഷെ അങ്ങോട്ട് പോകുന്ന നേരത്ത് നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടുന്ന കേട്ടോ പറഞ്ഞേ. സംഭവം അങ്ങോട്ടും ആടുന്നുണ്ട് കേട്ടോ. അല്ലേ? ഞാൻ ഫ്രണ്ട് ഇരുന്ന് ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടി അല്ലേ? അല്ലേ? നീ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. ഓ ഗായ്സ്, നിന്റെ മനസ്സല്ലേ, നിന്റെ മനസ്സ് സമ്മതിച്ചതാവേ. മോള് പോണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ഗായ്സ് നോക്കിയേ, ആ കാണുന്ന സെറ്റപ്പ് ഉണ്ടോ? അത് മറ്റേ ഇതാട്ടോ, അതായത് റോപ്പ് കേട്ടോ. ഭയങ്കര ലെങ്തി ആയിട്ടൊരു സംഭവം കേട്ടോ. നല്ല സെറ്റപ്പ് ആട്ടോ. നോക്കിയാൽ നമ്മളൊരു നല്ല കിടിലൻ ഒരു സെറ്റപ്പ് ബ്രിഡ്ജ് ക്രോസ് ചെയ്താട്ടോ പോകുന്നത്. അതായത് നമ്മളെ തൂക്കുപാലം ക്രോസ് ചെയ്തിട്ടോ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോണേ. ഇത് ആഴവില്ലെന്ന് തോന്നുന്നേ ഉള്ളൂ മോനെ ലിപി. പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല കേട്ടോ. ഗായ്സ് ഇന്ന് ലിവിനെ കുളിപ്പിക്കും കേട്ടോ. ഇവിടെ ഇട്ടൊക്കെ മുക്കുക. ഗായ്സ് നോക്കിയേ, ഈ വെള്ളത്തിന്റെ ഒരു ക്ലാരിറ്റി നോക്കിയേ, അങ്ങ് അടി വരെ സെറ്റപ്പ് ആയിട്ട് കാണാം കേട്ടോ. ഓ ഗായ്സ്, ദൗക്കി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് പച്ച നിറമാണേല്, ഇത് ഫുള്ള് നല്ല കിടിലൻ സെറ്റപ്പായിട്ട്, അതായത് എങ്ങനെ പറയാ, വെള്ളാരക്കല്ല് പോലെ കിടക്കണ വെള്ളം കേട്ടോ. ഓ ഗൈസ്, ഇവിടെ നോക്കിയേ, ഇവന് എല്ലാവർക്കും ടാറ്റ കൊടുക്കാം കേട്ടോ. ഓ ഗൈസ്, പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ടാറ്റ ആയി പോയതാണ്. ഓ ഗൈസ്, നമ്മുടെ കൂട്ടത്തിൽ വരുന്ന മറ്റേ ഇത് നോക്കിയേ. ഓ ഗൈസ്, നമ്മൾ കൂടിത്തരുന്നത് തൊട്ടപ്പുറത്തെ വഞ്ചിയിലുണ്ട് കേട്ടോ. നമ്മൾ 2 വഞ്ചി എടുത്താട്ടോ പോണേ. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നാട്ടുകാരാട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അപ്പം ഇവർ പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവർ 2 ബോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കണം. പിന്നെ അവർ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടി എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് അതായത് ബോട്ട് നിർത്തണതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതപ്പോൾ ഇത് നമ്മൾ ഇവർ പറയുന്ന പോലെ ചെയ്യണം. നമുക്ക് ഇവിടുന്ന് വേറെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ഒരിതില്ല കേട്ടോ. കുക്കു എന്റെ മനെ കുക്കു ഇരിക്കുന്ന നോക്കിയേ. अंकल का नाम क्या है? ओ गाइस, बेटा പേരട്ടോ ദീപ് ബെർലിൻ. ബോമെർലി എന്നാണോ? ബോമെർലി क्या है? ഈബർ. ഗായ്സ് നോക്കിയേ, എന്റെ പൊന്നെ, ഇങ്ങോട്ട് ഇതിപ്പോ കയ്യിന്ന് പോയിട്ടോ. എന്റെ പൊന്നെ അക്കൂക്ക. ഗൈസ്, അക്കൂക്കയ്ക്ക് ഇപ്പൊ 35 വയസ്സാണെങ്കിലും കുട്ടികളുടെ മനസ്സാട്ടോ. ഒരു 20 അല്ലേ? ഓ ഗൈസ്, ഇനി എല്ലാരും ഒരുമിച്ച് കേട്ടോ. എല്ലാരും ഒറ്റ തോണി, ഒറ്റ മനസ്സ്, ഒറ്റ തോണി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു വഞ്ചി കാലി വെക്കണം. ഓ ഗൈസ് നോക്കിയേ, നല്ല ആഴം എന്ന് വെച്ചാൽ നല്ല ആഴമുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ ഉമ്മ കൊടുക്കണോ ഇവിടെ നിന്ന്? നിങ്ങൾ രണ്ടും പറഞ്ഞു ദിസ് കവർ യു എന്ന് പറഞ്ഞു. അതായത് എന്റെ മേളിൽ വെള്ളം വരുമെന്നാ പറഞ്ഞത്. ഓ, ഹൗ മച്ച് ഡീപ് ദിസ് വാട്ടർ? എന്റെ പൊന്നെ നോക്കിയേ, നമുക്ക് കണ്ടാ മനസ്സിലാവോ? നമുക്ക് കണ്ടാ മനസ്സിലാവത്തില്ല അല്ലേ? എന്റെ ലിപിന് ഇത് എവിടെയാണ് 2 ആളുടെ ആഴം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്? ഇതൊരു 1/2 കൈ ആഴമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എന്നിട്ടാണ് പൊടി പോലും കിട്ടില്ല. ഒന്നല്ലേ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ അറബിക്കടലിലോ പോയി നോക്കി. ലൈഫ്. പിന്നെ എന്തിനാ ഇത് ഇട്ടിരിക്കണ പൊന്നെ? പിന്നെ എന്തിനാ നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത്? കുടുങ്ങുമോ? അടിപൊളി. എടാ വളരെ. എന്റെ അമ്മ, ഇവിടെ ഒരു 10 ആളുടെ ആഴ്ച ഉണ്ടാവും അല്ലേ? പാവം പുള്ളി ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി നമ്മുടെ അടുത്ത് വന്ന. നമ്മളാണ് ലോകം കണ്ട ഏറ്റവും വലിയ തറകളും. പുള്ളിക്ക് ഭയങ്കര ക്ലാസ് എടുപ്പാട്ടോ. അക്കു മൊയിലിയാര് പാവം വന്ന് കുടുങ്ങിനായി വിലക്ക. ഹായ് ഹായ്. ഓ ഗായ്സ് നോക്കിയേ, ഇങ്ങോട്ട് ആഴം കൂടി കേട്ടോ. നോക്കിയേ, എന്റെ ദൈവമേ, ഇതെന്താ ഇത്? എന്റെ പൊന്ന് ഗായ്സ് നോക്കിയേ, ഇതെന്താ ഇത്? പേടിയായിപ്പോട്ടോ. അത് മുങ്ങിക്കഴിയുമ്പോ മനസ്സിലാവും. എന്റെ അമ്മച്ചീന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ വണ്ടി നിർത്തുന്ന പോലെ ഈ സാധനം നിർത്താം. പിന്നെ നിപ്പ് കണ്ടു കഴിഞ്ഞപ്പോ ആ ജിമ്മിന്റെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ജിമ്മനായി നിൽക്കണം.
നോക്കിയേ എന്താ കാണുന്ന നോക്കിയേ എന്റെ പൊന്നെ ഒരു 20-25 ആളുടെ താഴ്ച ഉണ്ട് കേട്ടോ. എന്റെ ദൈവമേ ഇതെന്താ ഇത്? ഇവിടെയൊക്കെ ചൂണ്ടയൊക്കെ നമുക്ക് കണ്ടോണ്ടിടാ. അതാണ് എന്റെ ദൈവമേ ഇതെന്നെ ഇത്? എന്റെ ദൈവമേ എനിക്ക് മാത്രം കാണാൻ പറ്റിയില്ല. എന്റെ 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞോണ്ടല്ലോ പിന്നെ പൊടി പോലും കിട്ടില്ല. അത്രയ്ക്ക് എന്റെ അമ്മേ ഇതെന്നോടാ ഈ പാറയുടെ ഒരു അടി നോക്കടാ. എന്റെ ദൈവമേ എന്റെ കർത്താവ് ഇത് എന്റെ അമ്മേ എന്റെ ദൈവമേ ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ എന്റെ ദൈവമേ എന്ത് കള്ളപ്പെടുവേ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ചെറിയ മീനാട്ടോ. ഓ ഗൈസ് മതി. ഓ ഇത് ഫുൾ കല്ലേമുട്ടി കേട്ടോ. എന്റെ ദൈവമേ എന്തൊരു സെറ്റപ്പാന്ന് അറിയാം ഇതിലേക്ക് സഞ്ചരിക്കാൻ. ഓ ഗൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല താഴ്ച മീനുണ്ട് കേട്ടോ. ഇക്ക കൂർക്കച്ചേട്ടാ എനിക്കൊന്നേ പറയാനുള്ളൂ. 1 ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ഇന്ത്യ മേഘാലയ അല്ലേ? ആ പക്ഷെ ഞാൻ ഒരു കാര്യമുണ്ട്, ഞാനിത് പറഞ്ഞില്ലേ നാളെ അരുണാചൽ ചെല്ലുന്നിടത്ത് ഞാൻ ക്യാമറ പിടിച്ചു പറയും. 1 ഓഫ് ദി ബ്യൂട്ടിഫുൾ മനുഷ്യനെ പേടിപ്പിച്ച് കളയാണല്ലോ ഇവൻ. ഗൈസ് നാളെ ഞാൻ അരുണാചൽ ചെല്ലാൻ നേരത്ത് പറയും കേട്ടോ. 1 ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ അരുണാചൽ പ്രദേശ്. ഓ കുക്കു. ഓ ഗൈസ് കുക്കു ആകെ പേടിച്ചു കേട്ടോ പാവം കുക്കു. എന്റെ ദൈവമേ ഒരു വലിയ പാറയുടെ മേലിൽ കൂടി കേട്ടോ ഇപ്പൊ നമ്മൾ പോകുന്നേ. എന്ത് ഗൈസ് മീൻ കിടക്കുന്ന കിടപ്പുണ്ടോ? ആ അക്കൊക്കെ പിടിക്കുവോ? അല്ലേ പല സാധനങ്ങളും മീനടക്കം അല്ലേ പല സാധനങ്ങളും അക്കൊക്കെ നല്ല സെറ്റപ്പായിട്ട് പിടിക്കുക. ശരിയാ അല്ലേ? അത് കാരണം പുള്ളിക്ക് അതിന്റെ കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. കാരണം പിടിക്കാൻ അറിയാവുന്നതുകൊണ്ടേ പുള്ളി നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് എറിഞ്ഞ് പിടിക്കും. അപ്പൊ അത് പുള്ളിക്ക് അറിയാം. പിന്നെ എന്റെ പൊന്നെ നോക്കിയാ ഇതെന്ത് കാണുന്ന ചാടില്ല നീ ഭയങ്കര ആഴ്ചയാണ്. ഓ കുക്കു ഹലോ കുക്കു നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പറന്നിടുന്ന പക്ഷികൾ പട്ടി കായലിനരികെ കുതിച്ചുമായും കമ്പനികൾ കച്ചവടത്തിന് കച്ചവിറക്കും. കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം കുഴയുമ്പോ പാട്ടത് പാടൊരു കക്കുമ്പേ അന്തിക്കല്ല് കുടിച്ച് ഞാനില്ലേ. ഓ ഗൈസ് സെറ്റപ്പാട്ടോ. ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കേട്ടോ. അയ്യോ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. നോക്കിയേ ഒരു വലിയ ഇടുക്കിലൂടെയായിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത്. നോക്കിയേ എന്റെ പൊന്നെ ഒരു മതിയായ സ്ഥലം. അങ്ങോട്ട് നോക്കിയേ മേലോട്ട് ഫുള്ള് കവുങ്ങ കേട്ടോ. ഫുള്ള് മതിയായ കവുങ്ങ. ഒരു സൈഡ് മൊത്തം ഫോറസ്റ്റ്. എന്റെ പൊന്നെ ഇതിന്റെ അകത്തെങ്ങാനും പോയി കഴിഞ്ഞാണല്ലോ പിന്നെ എപ്പിഡപ്പിയായി അല്ലേ? പോയേ. അയ്യോ കുക്കു ആർ യു റെഡി? പാവം പേടിച്ചേട്ടോ. അതാണോ നമ്മള് പോയതിന്റെയാ കുക്കു അല്ലേ? എന്റെ പൊന്നു ഗൈസ് മതിയായ സ്ഥലം കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. ഓഹോ മൺസൂൺ ടൈം ഏ ജാദാ വാട്ടർ ഫുൾ വാട്ടർ ഇല്ല. ഓ ഗൈസ് നമ്മുടെ പുതിയ പ്രവാസി ചേട്ടൻ വന്നപ്പോ ഞങ്ങക്ക് തന്ന ക്ലാസ് കേട്ടോ. പിന്നെ പോലീസ് അല്ലേ ആ അല്ലേ അന്ന് കൂർക്കച്ചേട്ടൻ ചാവും അല്ലേ? കുക്കുന് ഒരിക്കലും കൂർക്കച്ചേട്ടൻ വിട്ടുകൊടുക്കില്ലെന്ന് എനിക്കറിയാം അല്ലേ? ഓ ഗൈസ് നോക്കിയേ മതിയായ സ്ഥലത്തോട്ടോ നമ്മൾ പോകണം. നോക്കിയേ ഇതൊക്കെ നമ്മൾ കണ്ട എന്തോ ഒരു ആനിമേഷൻ പടത്തിൽ കാണുന്ന പോലെ ആയിട്ട്. നോക്കിയേ
ഈ ലൈം സ്റ്റോണിന്റെ അല്ലെ ലിമൺ സ്റ്റോൺ എന്നേതോ ആ ഗൈസ് പറഞ്ഞതാണ്. സാധാ പാറകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ഒരു സെറ്റപ്പ് എന്റെ പൊന്നു ഗൈസ്, ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാല് കുറച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ മുടിഞ്ഞ് തള്ള. പുള്ളി പറയും ഇതൊക്കെ എന്ത്, ഞാൻ ദുബായ് അറബിക്കടലിൽ സ്കൂബ ഡൈവ് ചെയ്ത ആളാന്നൊക്കെ പറയണേ അല്ലേ? അല്ലേ മുത്തുച്ചിപ്പി അല്ലടാ, അതിനെന്നാ പറയുന്നത്? മുത്തുച്ചിപ്പി എന്നാ പറയുന്നേ? അതിനെന്നാ പറയുന്നത്? ശരി എന്തോ ചിപ്പി ഉണ്ടല്ലോ, എന്ത് ചിപ്പിയാ? നിൽക്കാൻ പറ്റൂല കേട്ടോ, കാരണം കടല് പോലെ ആയിട്ടോ. നോക്കിയേ എന്റെ പൊന്നെ, നോക്കിയേ ഭയങ്കര ഒഴുക്കാട്ടോ. പാറയ്ക്കകത്ത് ഇങ്ങനെ കുത്തി വലിച്ചാട്ടോ പിന്നെ. എന്റെ പൊന്നു ഗായ്സ്, പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പോ, ഇത് എന്റെ കയ്യിലല്ല സ്റ്റീറിങ്, നീ പറയുമ്പോ തിരിക്കാൻ അവൻ ആദ്യം പോണെന്ന് പറഞ്ഞ അല്ലേ? എന്റെ പൊന്നു ഗൈസ്, ഇതിന്റെ അന്ത്യമായിട്ടേ കാണുന്നേ ഇതിങ്ങനെ. എന്റെ പൊന്നു, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓ ഗായ്സ്, മതിയായ സെറ്റപ്പ് കേട്ടോ. അംഗം കേസല്ലേ ഇവനെ? അംഗം കേസല്ലേ? അയ്യോ എന്റെ പൊന്ന് ഗായ്സ്, സെറ്റപ്പ്. ഓ ബാബായ്, നിങ്ങൾ എവിടുന്ന് വന്നവരാ? ആ ഞങ്ങൾ കേരളക്കാരാ. ഓ ഗായ്സ് സെറ്റപ്പാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓ ഗായ്സ്, എന്റെ പൊന്നെ, ഇതിന്റെ ഒരു സെറ്റപ്പ് ഇവിടെ വന്നാലേ മനസ്സിലാവും ഗായ്സ്. നമ്മള് ദൗക്കി ചെല്ലാൻ നേരത്ത് എന്താ സംഭവം വെച്ചാൽ അവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാരും പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാല് ഗായ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൈമാറുന്ന ആൾക്കാരാട്ടോ. മുത്തം കൊടുക്കുക. നമ്മളെ ഈ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് വിചാരിക്കുന്ന പോലെ അല്ല ഇതിൻ്റെ ആഴം കേട്ടോ. നമ്മൾ വിചാരിക്കും ഒരു ഇത്ര ഉള്ളെന്ന്, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഭയങ്കര ആഴ. കുക്കൂന് തന്നെ തോന്നുന്നു. ഓ പാവം, എന്റെ പൊന്ന് പട്ടിയാ പേടിച്ചു കേട്ടോ. ഒരു വീക്ക്നെസ് പോലെയാന്ന് പറഞ്ഞാലേ, പടക്കങ്ങൾ പണ്ട് മുതലേ എന്റെ പൊന്നെ, ആ പുള്ളിക്കാരൻ ഒരു ബെഡാ മച്ചല് കിട്ടി കേട്ടോ. ഈ രണ്ട് ചേട്ടന്മാർ ഒരു കോപ്പറേറ്റീവ് അല്ലേ, ഒരു 100 കൊടുക്കാം പ്ലീസ്, അല്ലൊരു ക്വാർട്ടർ വീശാവോ? എന്റെ പൊന്നെ, ബെഡാ മച്ചലിയാനാ. ഓ പുള്ളിക്കാരൻ മര്യാദക്ക് മതിയായ ഒരു അംഗം മീനെ കിട്ടിയതാട്ടോ. ഇവിടുന്ന് എല്ലാം കൂടെ ആവേശമാക്കി പുള്ളി പെട്ടെന്ന് കിടക്കി. പുള്ളി ചൂണ്ടയൊക്കെ വലിച്ചെറിഞ്ഞു. പേടിക്കല്ലേ ആയിട്ടാ, നിങ്ങൾ പേടിക്കല്ലേ? അല്ലെങ്കിൽ ഹായ്സ്, എന്തോരം ആൾക്കാരെ നോക്കിയത് അവിടെ കുറെ ഹായ് ഹായ് ഗൈസ് നോക്കിയാൽ എന്തോരം ആൾക്കാരെ വഞ്ചിയിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ. പക്ഷെ അത്രയ്ക്കും പിന്നെ ആളില്ല അല്ലേ ഇക്ക? അല്ലേ, വലിയ ആളില്ല. നല്ല കാമാൻ കൊയറ്റ് പീസ്ഫുൾ ഏരിയ കേട്ടോ. എൻ്റെ പിന്നെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഈ മണ്ണെണ്ണയ്ക്കകത്തൊന്ന് കുളിക്കണമെന്ന് അല്ലേ? ഓ ഗൈസ്, ലിവിനെ ഇന്ന് കുളിപ്പിക്കും, ലിവിനെ തള്ളിയിടും. കാരണം അങ്ങ് ദുബായിന്ന് വരെ സോപ്പ് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അല്ലേ 2 സോപ്പ്. അത് ഏതാ? ഡോവാ ആണല്ലേ? ആണല്ലേ? ലിവിനെ എന്തായാലും കുളിപ്പിക്കും. കാരണം ദുബായിന്ന് വരെ സോപ്പ് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കേസല്ല അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഇവൻ കുളിക്കുമ്പോ അവിടെ വിളിച്ചു പറയണം പച്ച മാറി ചുമപ്പ്, ഇനി 5 മിനിറ്റിന് ആരും വിടണ്ടെന്ന്. എനിക്ക് ഐഫോൺ 11 Pro കിട്ടി. ആണോ? ഓ ഗൈസ്, സംഭവം കൊള്ളാട്ടോ, അടിപൊളി. കുളിക്കാൻ വേണ്ടിയുള്ള ആണല്ലേ? ഇനി ഞാൻ ചാടും, നനഞ്ഞ് കുളിച്ച് വണ്ടിയൊക്കെ വരും. ഗൈസ്, നമ്മളങ്ങനെ വരുന്ന വഴിക്ക് നമ്മളെ വഞ്ചി നിർത്തി കേട്ടോ. സംഭവം വെച്ചാൽ ഇവിടെ കുറച്ചേരം ഇതായാലും നിർത്തി തരും നമുക്കിതൊക്കെ കാണാൻ വേണ്ടി. പക്ഷെ ഞങ്ങൾ ഇവിടെ കുളിക്കാനാട്ടോ വിചാരിച്ചു. പക്ഷെ ഇവര് പറയുന്ന കുളിക്കാൻ അലൗഡ് അല്ലെന്നല്ലേ? അല്ലേ? അതിനാ ഓ ഗൈസ്, ഇവനെ ഇവിടെ ഉന്തിയിട്ട് കുളിപ്പിക്കാന്നൊക്കെ പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവര് സമ്മതിക്കണില്ല അല്ലേ? എല്ലാം ഇവനെല്ലാം അനുകൂലം അല്ലേ? അല്ലേ? ഓ ഗൈസ്, സെറ്റപ്പ് ആട്ടോ. എന്ത് മനോഹരം, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ ഈ ഒരു പ്ലേസ് അല്ലേ? ഓ ഗൈസ്, ഇതാട്ടോ ലിവിന് വെള്ളം കൊണ്ടു കഴിഞ്ഞുള്ള പ്രശ്നം. അലർജിയാ, ഭയങ്കര അലർജിയാ ലിവിന്. പിന്നെ രാശി പോക്ക്
എടാ കഷ്ടമുണ്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതിന്റെ തന്ത്രം ആലോചിക്കണേ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്നോട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. സ്ലീവും കുളിച്ചു, ഇനി സോപ്പും കൂടി ഇട്ടാ മതി കേട്ടോ. ചാടി അത്രയും ആഴമുണ്ടല്ലേ അല്ലേ? ഓ ഗായ്സ് ഇച്ചിരി ഡേഞ്ചർ കേട്ടോ. മാങ്ങവരി ചെളിക്കുത്ത്, മാങ്ങവരി അടുത്ത ചെളിക്കുത്തടാ, അടുത്ത ചെളിക്കുത്ത് ഇട്. അടുത്ത് നെക്സ്റ്റ് ഇതെന്താ ബോഡി ഷോ എന്താ മുട്ടി നിക്കണേ? അല്ല അത് കെട്ടിപ്പിടിക്കാൻ പോണ കാര്യം കേട്ടോ. നെക്സ്റ്റ് തോടാ ഇതല്ലേക്ക് ജാओ. ഇനിയും വേണോ? എത്ര ഫോട്ടോ എടുത്തു? ഗായ്സ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ നമ്മുടെ വഞ്ചിയൊക്കെ കയറിയിട്ട് നേരെ നമ്മൾ വന്ന ഭാഗത്തോട്ട്, അതായത് നമ്മൾ വന്ന പോലത്തെ ഒരു വലിയൊരു തൂക്കുപാലം ഉണ്ടായിരുന്നല്ലോ, ആ തൂക്കുപാലത്തിന് അവിടെ നമുക്ക് കുളിക്കാൻ ഒരു അവസരം തരാന്ന് കേട്ടോ പറഞ്ഞല്ലേ. അവസരം തരുന്ന ജോനാഥനെ പ്രത്യേകം നന്ദി. അല്ല ഗായ്സ് എന്റെ അവസ്ഥ ഉണ്ടോ? പുള്ളിക്കാരൻ വഞ്ചി കേട്ടോ നീക്കിയതാടോ, നിർത്തടോ, എടോ കാലെ പിടിക്കാടോ. എന്റെ പൊന്ന് ഇപ്പൊ കീറിപ്പോനെ എല്ലാം കൂടെ. എന്റെ പൊന്ന് ടൈറ്റാനിക്കിലെ പാട്ട് പോലെ കേട്ടോ, പാടിക്കാടാ. എന്നാ ടൈറ്റാനിക്കിലെ പാട്ട് പാടി കേട്ടോ. എവരി ഫണ്ണിങ് വാച്ചിങ്. എന്റെ പൊന്ന് നമ്മൾ വിചാരിക്കണം കേട്ടോ, സംഭവം ഇച്ചിരി ഭീകരമാണ് അല്ലേ ലിപി? എന്ത്? ഓ ഗായ്സ് നോക്കിയാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മീനൊക്കെ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓ ഇതർ മച്ചലി സെയിലിങ് ഭയ്യ? യെസ് യെസ്. ആ അങ്ങനെയില്ല കുറുക്ക? എൻ്റെ അമ്മ, എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മോ, എടാ ലിവിനെ നോക്കടാ. എൻ്റെ അമ്മ, ഇതെങ്ങനെ കളിച്ചാലും ഇവിടെ ഒരു 10, 20, 30 പേരുടെ ആഴ്ച ഉണ്ട് കേട്ടോ. എത്രയാണ്? 30 പേരുടെ താഴ്ച ഉണ്ടെന്നാ. 30 feet plus എന്നുവെച്ചാല് 30 അടിനേക്കാളും കൂടുതലുണ്ട്. 30 അടിയോ? ഇതെന്നാ കടലോ? എൻ്റെ അമ്മേ. 30 അടി 30 പേര് പോവില്ലേ? 30 പേര് പോവില്ലേ? അല്ല ഒരടി, നമ്മള് ഒരാൾ 6 അടിയൊക്കെ ഉണ്ടോ ഇവിടെ? ഒരാൾ 5 അടി 6 അടിയൊക്കെ ഉണ്ടാവും അല്ലേ? അല്ലേ 5 അടി. അങ്ങനെ ഒരു 5, 10 പേര് പോകും അല്ലേ? 10, 15 പേര് പോകും. അതിനാ അല്ലേ? 5ാം ക്ലാസ് സമയത്താണ് നീന്തായിരുന്നു. അപ്പം പ്രായമില്ല, ഇപ്പം പ്രായമായിപ്പോയി. നോക്കിയേ കുക്കു നോക്കി നിൽക്കുന്ന നോക്കിയേ. കുക്കു കുക്കു. ഓ ഗൈസ് കലിപ്പ കേട്ടോ അല്ലേ? അലർജിയാ. എന്റെ പൊന്ന് കഴിച്ച് സമ്മതിക്കാതിരിക്കല്ലോ. എന്റെ പൊന്നെ കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടമുണ്ട്. ഓ ഗൈസ് സംഭവം വെച്ചാലേ എനിക്ക് തോന്നുന്ന ഒരു സംഭവം വെച്ചാല് ഒരു നല്ല തണുപ്പ്, അതുപോലെ തന്നെ ഒരു നല്ല ഒരു പച്ചപ്പ്, എന്നിട്ട് ഇങ്ങനെ നല്ല പാറകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ. ഓ തായ്ലൻഡിലൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള സെറ്റപ്പ് വീഡിയോ കണ്ടിരിക്കണേ. അല്ല തായ്ലൻഡിലില്ലേ അക്കൂക്ക iPhone 12 Pro ഓർമ്മയായിരിക്കുന്നു. മറുകയാ ഇക്ക? അതെ ഇക്ക അക്കൂക്ക തായ്ലൻഡിൽ ഇതേപോലെ ഒരു ബീച്ചില്ലേ, പട്ടായ അല്ലേ? പോയിട്ടുണ്ടോ ഇക്ക? എങ്ങനെയുണ്ട്? ആർ യു എൻജോയ്ഡ് നൈറ്റ് ഓർ മോർണിംഗ്? ഗായ്സ് നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ 2 വഞ്ചി അടുപ്പിച്ചാട്ടോ പോണ ഈ ഒരു സംഭവം. ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത് ഈ പച്ചപ്പിന്റെ കട്ടി കൂടി കേട്ടോ. എന്റെ ദൈവമേ, ഇതെന്തായിരിക്കും ഇത്ര പച്ചപ്പ്? ഇക്ക എന്താ ഇത്ര പച്ചപ്പ് എന്ന് ചോദിച്ചേ? സ്റ്റോൺ ആണോ? ഇതെന്താ ഇത്ര പച്ചപ്പ്? ഗായ്സ് നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്താണെങ്കിൽ അടിഭാഗം ഒന്നും കാണത്തില്ല, ഇങ്ങനെ പച്ച നിറത്തി കിടക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ അർത്ഥം വെച്ചാൽ ഇവിടെ ഭയങ്കര ഡീപ്പായിട്ടുള്ള താഴ്ചയായിരിക്കും അല്ലേ? ആണോ? അല്ലേ? അല്ലേ? ഓ ഗായ്സ് ഭയങ്കര ഡീപ്പായിട്ടുള്ള താഴ്ചയായിരിക്കും ഇവിടെ. ഒരു 40-45 പേരുടെ താഴ്ച ഉണ്ടാവും അല്ലേ?
കുറച്ച് ഒടുക്കി കുറയ്ക്കല്ലേ പറയുമ്പോ എന്തായാലും ഗാംഭീര്യം വേണ്ടേ? നീന്താൻ അറിയില്ലേ, എനിക്ക് അത്ര നീന്താൻ അറിയാന്ന് പറഞ്ഞാൽ തിരിച്ചു കയറിയത്. ജാക്കറ്റ് ഇട്ടായിരുന്നു, ഞാൻ ജാക്കറ്റ് എടുത്ത് കേറാന്ന് പറഞ്ഞ് കൈ കാലെല്ലാം വിട്ടിങ്ങനെ കൈ വെക്കാൻ നേരെ താഴോട്ട് പോയി. അത്രയ്ക്കും ഡേഞ്ചർ അല്ലേ? ഭയങ്കര റിസ്ക് ആൻഡ് ടഫ് ആട്ടോ. കാരണം വെച്ചാൽ ഇതൊക്കെ നല്ല ആഴവാ. ഇതൊക്കെ എങ്ങനെ വലിച്ചാലും നല്ല രീതിയിലുള്ള ആഴമുണ്ട് കേട്ടോ. നോക്കിയേ, എന്റെ ദൈവമേ, ഒന്ന് ഇതിനകത്ത് പോയാൽ തണുത്ത് മരിക്കും, അല്ലെ മുങ്ങി മരിക്കും അല്ലേ? നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. സംബന്ധിച്ചാൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെള്ളച്ചാട്ടത്തിൽ പോകാൻ നേരത്തെ അവരൊരു ഫോണിൻ്റെ താഴെ പോയി, എന്നിട്ട് ഇവർ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ കാണുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല സംഭവങ്ങൾ. ഭയങ്കര ഒരു പ്രത്യേകത അല്ലേ? പക്ഷെ കിട്ടൂല. അല്ലേ? നോക്കിയേ, എന്തോരം ചൂണ്ടകൾ എവിടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാക്കണേന്ന്. എൻ്റെ പൊന്നെ, സെറ്റപ്പാട്ടോ. അക്കു ഫ്രണ്ട് ഇരിക്കുന്നത് എന്നാ? അക്കുവാണോ വണ്ടി നിയന്ത്രിക്കണേ? അക്കു, ആ കുക്കു 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 കരയുവാ ഗൈസ്. കുക്കു ആട്ടോ ആ വഞ്ചി നിയന്ത്രിക്കുന്നേ. പാവം പേടിച്ചു കേട്ടോ ഗൈസ്. നമ്മൾ തിരിച്ചെത്താറായിട്ടോ. സംഭവിച്ച റിസ്ക് ആട്ടോ അല്ലേ ലിബി? അത് കുക്കുവിന്റെ സ്നേഹം നോക്കിയവനെ, നമ്മൾ ഇത്രയും ദൂരത്തോട്ട് പോയിട്ടാണ് ഇത് കരയുന്നത് അല്ലേ? ഓ ഗായ്സ്, അത് കരയോട്ടോ നമ്മൾ ഇത്ര ദൂരത്തോട്ട് വന്നിട്ട്. ആണല്ലേ? റോഹു ഞാനും കണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ ഗോപ്രോ വെള്ളത്തിൽ മുക്കി കേട്ടോ. ഇപ്പൊ ഞാൻ കുന്തിരിക്കാൻ പോയിക്കുന്ന പോലെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കും കേട്ടോ, ഇതിന് വെള്ളം കളയാൻ വേണ്ടി. നിങ്ങൾ എന്നെ ഉമ്മ വെച്ച് കളിക്കണോ? എന്നാ ഇവിടെ പറയുന്നത്? പഠിക്കല്ലേ? ഗായ്സ് നോക്കിയേ, സെറ്റപ്പ് ആട്ടോ. എന്നാ ക്ലിയർ ആന്ന് നോക്കിയേ, നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് എന്നാ ക്ലിയർ ആണ്. എന്റെ പൊന്നു ഗായ്സ്, ഭയങ്കര ക്ലിസ്റ്റർ. പടത്തലവനും പടക്കുറിപ്പുമായിട്ട് വന്നിരിക്കുക കേട്ടോ. പടത്തലവനും പടക്കുറിപ്പും. ഓ ഗായ്സ്, നമ്മൾ അങ്ങേ കരയിൽ നിന്ന് ഇങ്ങേ കരയിലേക്ക് വന്നു കേട്ടോ. ഓ ഗായ്സ്, ഇവിടെ നമ്മൾ നല്ല സെറ്റപ്പായിട്ട് കുളിക്കാന്നാട്ടോ പറഞ്ഞേ. നോക്കിയാൽ ഈ കാണുന്ന ഒരു വലിയ മതിയായ ഒരു തൂക്കുപാലം കേട്ടോ. ഭയങ്കര വലിപ്പം കേട്ടോ ഈ കാണുന്ന ഒരു തൂക്കുപാലത്തിന്. അതിന്റെ മേൽ കൂടെ കേട്ടോ മറ്റേ റോപ്പ് വേ പോകുന്നേ. സെറ്റപ്പ് ആട്ടോ. പട്ടിയെ പ്രണയിച്ചവൻ അതിനാണോ? ഓ ഗൈസ്, കുക്കുവിനെ കെട്ടാൻ വേണ്ടി അവിടെ കമ്പടിക്കും കേട്ടോ. വാവാവോ ഉണ്ണി വാവാവോ താമര കണ്ണുറങ്ങണം, കണ്ണും പൂട്ടി ഉറങ്ങണം, അപ്പന് തണലായി പോഴേണം. ഓ ഗൈസ്, കുക്കുവിന്റെ കാര്യം ഭയങ്കര ഡേഞ്ചർ ആട്ടോ. കുക്കു ഇതൊന്നും താഴെ വെക്കാത്തോ, ഇവരെല്ലാം ഇപ്പം വെള്ളത്തിലോട്ട് ചാടും അല്ലേ? ഓ ഗൈസ്, കുക്കുവിനെ കെട്ടാനുള്ള വടി കുത്തുക കേട്ടോ. ഓ ഗൈസ് നോക്കിയേ, ഈ കിടിലം വെള്ളത്തിൽ കുളിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം കേട്ടോ. അതെന്തായാലും നടത്തം. നോക്കിയേ, ഒരുത്തം പോകുന്ന നോക്കിയേ. ഇതന്നെ ഓ ഗൈസ്, ലിബിന് കുളിക്കാൻ വേണ്ടി കൊടുത്തുവിട്ട സോപ്പ് കണ്ടോ. അതായത് ഊത് സോപ്പ് ആട്ടോ. എന്നാ ഓടു ഇതിന് ഓടി അല്ലേ? ഊത് കേട്ടോ. ഈ സാധനം കേട്ടോ ലിബിന് കുളിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടെ. ഓ ഗൈസ് നോക്കിയേ, നല്ല അറ്റത്ത് മറ്റേ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ലിബിന്റെ ഒരു ഭാഗ്യം നോക്കണേ, ഗൾഫിൽ നിന്ന് വരെ സോപ്പ് എടുത്തിട്ടൊക്കെ കുളിക്കാൻ വേണ്ടി അല്ലേ? ഗായ്സ്, നല്ല മണമുള്ള സോപ്പ് കേട്ടോ. അൺബോക്സിങ് സോപ്പ് അൺബോക്സിങ്. എനിക്ക് ഈ ചെറിയ വേണം. ചെറിയല്ല, അത് വണ്ടാടോ. എന്റെ പൊന്നെ, ഇതെന്ത് സംഭവം അല്ലേ? 2 സോപ്പ് ഉണ്ടെന്ന് പറയുന്നത്. നീ കുളിച്ചാലേ പുള്ളി അടങ്ങുള്ളെന്നാ പറയുന്നത് കേട്ടെ. പുള്ളി എന്തായാലും ഈ തന്നുവിട്ട ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അല്ലേ? ഷെഫീഖ്. എന്റെ പൊന്നെ, ഊതൊഴിച്ച സോപ്പാട്ടോ. അല്ലേ? ഓ ഗായ്സ്, 2 കൽപ്പിച്ചിറങ്ങും കേട്ടോ. എന്റെ പൊന്നെ, ആദ്യം ലിബിൻ ചാടി. മുക്കവനെ മാമോദിസയ്ക്ക് ശേഷം മുങ്ങിട്ടില്ല. മുക്കവനെ എന്നല്ലേ ഇവനെ കൂർപ്പിച്ച കല്ലാണോ? ഓ ഗൈസ്, ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മണ്ട ഞാനും എൻ്റെ അനിയനും വന്ന കേട്ടോ. പക്ഷെ അല്ല, ആയിട്ടാ നോക്കിയേ, സ്വന്തം ഡ്രസ്സിൽ ആരെയും നോക്കിയേ കുളിക്കണം കേട്ടോ. ബനീനെ സോപ്പ് വെച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാ നല്ല തണുപ്പാ. പക്ഷേ 2 കൽപ്പിച്ച് ചാദിക്കല്ലോ. ഞാൻ ചാടാൻ വേണ്ടി
വീണ്ടും വെള്ളത്തിനടി കയറാൻ പോട്ടോ. രണ്ടും കൽപ്പിച്ച നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ വിചാരിക്കും ചെറിയ ആഴം ഉള്ളുന്ന, പക്ഷെ നല്ല ആഴം ഉണ്ട് കേട്ടോ അല്ലേ. ഈ ഗോപ്രോ മുക്കണ പുള്ളി വേറെ ഗോപ്രോ മേടിച്ചിടാന്നുണ്ടോ കേട്ടോ, മേടിച്ചു തരുമോ? അല്ലെങ്കിൽ പ്രഹസനം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റോഡും ഇല്ല, ഇല്ല അങ്ങനെയില്ല. റെഡിയല്ലേ? ദൈവമേ, നിങ്ങൾ പഠിച്ചോനെ വിളിച്ചു, ഞാൻ ദൈവം വിളിക്കും. രണ്ടുപേരും കഥ ദൈവമേ. ലിബിനും ചേട്ടയും ചാടും കേട്ടോ. ചാടി ചാടാ. Aniska, come on! Aniska, chale! Ready? 2, 3, go! ഓ ഗൈസ്, ഇപ്പൊ ഇതിങ്ങനെ ചെയ്ത് ഇപ്പൊ ഇതിന് അഡിക്റ്റ് ആയിപ്പോട്ടോ. പോവാ പോവാ. സ്കൂബ ഡൈവിങ് എന്തിനാ കേരളക്കാർക്ക്? ഇതല്ലേ നമ്മുടെ സ്കൂബ. റെഡി? 1, 2, 3. അണ്ടർ വാട്ടർ ആണോ? അണ്ടർ പിടിച്ചോണേ. നീ വാ, ചാട് ചാട് ലിബി. इधर सामने है ना, आगे नहीं जाते, बस इधर ही है. हम प्रोफेशनल सुनने से आगे नहीं जाते, इधर सामने एक्स्ट्रा पेमेंट करके लिए ज़्यादा दूर नहीं जाते. नहीं उधर नहीं जाते, बस इधर ही जाते, अंदर नहीं जाते. ഗൈസ്, ഇവിടെയുള്ള ആൾക്കാർ നീന്തലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് കാല് പിടിക്കും കേട്ടോ. നല്ല തണുപ്പാട്ടോ. മരം കൊച്ചാണ് തണുപ്പ് എന്നൊക്കെ പോയിട്ട്. അണ്ടർ വാട്ടർ ആണ്. അതെ ഗൈസ്, അണ്ടർ വാട്ടർ നടത്താൻ പോട്ടോ. ഏറ്റവും അണ്ടർ വാട്ടർ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ അണ്ടർ വാട്ടർ നടത്താം. ഇവിടുന്ന് അങ്ങോട്ട് പോട്ടോ. ഉയ്യോ മറിക്കുന്നു. ഞാൻ പിടിച്ചോളാം. മാറ് മാറ്. റെഡി? ഗോ. 2, 3. നമുക്കൊരു ബോട്ട് കിട്ടിയാട്ടോ. ഓ ഗൈസ്, ആ കാണുന്ന ചേട്ടനോട് 500 രൂപ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തരാവോന്ന് ചോദിച്ചാട്ടോ. ഓ മതിയായ സലിവിനെ എങ്ങനെയുണ്ട്? ഓ ഗൈസ്, നല്ല സെറ്റപ്പ് പോട്ടോ. പണ്ടാറ് ഇതുങ്ങാനും ഇവിടുന്ന് മറിഞ്ഞു കഴിഞ്ഞാണല്ലോ. അയ്യോ പണി പാളി. എന്റെ പള്ളക്കിട്ടടിച്ചു എന്റെ അമ്മച്ചി. ചെരുപ്പ് പോയോ? അമ്മേ, ഞാൻ വെള്ളത്തിനോട് സുല്ലി പറഞ്ഞോട്ടോ. ദൈവമേ. ഓ ഗായ്സ് നോക്ക. ഓ ഗായ്സ്, കൈയൊക്കെ മുറിഞ്ഞു കേട്ടോ. കൈ മുറിഞ്ഞു, ഇവിടെ മുറിഞ്ഞു, പുറം മുറിഞ്ഞു, നന്നായിട്ട് മുറിഞ്ഞു. ആയ്സ്, നമ്മളങ്ങനെ നേരത്തെ നിന്ന സ്ഥലത്തു നിന്ന് നമ്മൾ നേരത്തെ ഉണ്ട് തൂക്കുപാലത്ത് കയറിട്ടോ. നമ്മൾ കുളിച്ചത് അവിടെയാട്ടോ, അതേ കാണുന്ന സ്ഥലത്ത്. നമ്മളിപ്പോൾ ഈ തൂക്കുപാലത്ത് കയറിട്ടോ. ഈ തൂക്കുപാലത്തിന് ഒരു പ്രശ്നമുണ്ട്, ഇതിങ്ങനെ കുലുങ്ങും ആടും. എൻ്റെ പൊന്നെ, വെറുതെ അല്ല ഇവിടെ ഉള്ളവരൊക്കെ. എൻ്റെ ദൈവം, പച്ച കളറിലാട്ടോ പുഴ നിൽക്കുന്നത്. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതെന്തോ പ്ലേറ്റ് പോലെ സാധനം കൊണ്ട് ഉണ്ടാക്കിയാക്കുന്നല്ലോ. കടകളൊക്കെ ഷട്ടർ പോലെ. ഓ ഗൈസ്, കടയിലൊക്കെ നമ്മൾ ഇടുന്ന ഷട്ടർ പോലത്തെ സാധനം കൊണ്ട് ഉണ്ടാക്കിയ തൂക്കുപാല കേട്ടോ. എൻ്റെ പൊന്നായിട്ടാ, നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് വെച്ച് തുള്ളല്ലേ. നല്ല മനസ്സാ കേട്ടോ, നല്ല മനസ്സാ. ഓ ഗൈസ് നോക്കിയാ, എൻ്റെ പൊന്നെ അങ്ങോട്ടൊക്കെ ആള് നോക്കിയില്ല ഇവനെ. എൻ്റെ ദൈവം,
ഇതൊക്കെ എന്ത് നമ്മുടെ ഇരട്ടിപ്പാലത്തിന്റെ അത്ര ഇല്ലല്ലോ. ഇരട്ടിപ്പാലം ഇതിന് നന്നായിട്ട് കുലുങ്ങും. അത് 1980 ഇത് കഴിഞ്ഞ കൊല്ലത്തെ എന്റെ ഗൈസ് മതിയായ സെറ്റപ്പ് ആട്ടോ. ഒന്നും പേടിക്കണ്ട, താഴെ വീണ് കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. കണ്ടില്ലേ, നല്ല സെറ്റപ്പ് ആയിട്ട് ഗൈസ്. അങ്ങോട്ടൊക്കെ അതെ പെട്ടെന്ന് കിട്ടും, ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് അതിവേഗം ബഹുദൂരം. ദൈവം ഇവിടെയൊക്കെ മരം വെച്ചേക്കണേ. എന്താന്നറിയില്ല, ചൈനയുടെ ചില്ലുപാലത്തിൽ കൂടെ ഒക്കെ പോകുന്ന പോലെ ആളൊക്കെ നീട്ടിയൊക്കെ വെക്കുന്നത്. അതിന് നിങ്ങൾക്കൊക്കെ ഇത്ര പേടി? വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ ബംഗ്ലാദേശിന്റെ സിഗ്നലും പിന്നെ അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ കേട്ടോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇന്ത്യയുടെ സിഗ്നൽ കിട്ടൽ വളരെ കുറവാട്ടോ. ഓ വലിയ പോടാ ലിവി. തൂക്കുവാലും ഒക്കെ മേക്രോ എന്ന് പറഞ്ഞ കേട്ടോ കിടക്കുന്നത്. ഓ ഗായ്സ് നോക്കൂ. അതെ അല്ലേ. ഓ ഗായ്സ് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. സെറ്റപ്പ് സ്ഥലം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡൗക്കി വന്നു, ഇന്ന് ഇവിടെ വന്നല്ലേ ലിവി. ക്രിസ്റ്റ് ക്ലിയർ, ഈ വെള്ളമാണ് ക്രിസ്റ്റ് ക്ലിയർ ഡൗക്കിനെ അല്ലേ. ഡൗക്കിയിലും ക്ലാരിറ്റി കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന്. അല്ലേ നീന്ത അറിയത്തില്ലാത്തവർക്ക് വേണമെങ്കിൽ അവിടെ നീന്താം. നമ്മളെപ്പോലെ നീന്ത അറിയുന്നവർക്ക് വേണം വെള്ളത്തിൽ വരണം അല്ലേ. നീന്ത അറിയില്ലാത്തവർക്ക് അവിടെ, നീന്ത അറിയുന്നവർക്ക് ഇവിടെ. ഓ എന്നാ സെറ്റപ്പ് അല്ലേ. ഓ ഗൈസ് മതിയായ സ്ഥലം കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ എന്നാ സെറ്റപ്പ് ആണെന്നുണ്ടോ, നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കാല്ലേ, അടിയെന്നൊക്കെ എല്ലാവരും ബാഗൊക്കെ എടുത്ത് ഓടും കേട്ടോ. ഇതുണ്ടോ എൻ്റെ ഗൈസ് മതിയായ. ഓ ഗായ്സ് അത്യാവശ്യം ഒരു 1 കിലോമീറ്ററോളം നീളമുണ്ടല്ലേ ഏട്ടേ? 5 കിലോമീറ്റർ അല്ലേ? 5 കിലോമീറ്റർ ഗായ്സ് ഒരു 900 200 മീറ്റർ ഉണ്ടാവും അല്ലേ? ടോട്ടൽ 200 മീറ്റർ. ലാസ്റ്റ് പറഞ്ഞു കേട്ടോ ഗായ്സ്, ടോട്ടൽ 200 മീറ്റർ നീളമുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഓ ഗായ്സ് നോക്കൂ, ഈ കാണുന്ന സ്ഥലത്താട്ടോ നമ്മൾ നമ്മുടെ ചെറുക്കനെ ഇട്ടിട്ട് പോയ. നമ്മൾ പോകാൻ നേരത്ത് ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ എന്തോരം ആൾക്കാരെന്നുണ്ടോ അല്ലേ ഗായ്സ്. നോക്കിയേ എന്തോരം ആൾക്കാരാന്ന് നോക്കിയേ. കുറേ സ്ഥലത്ത് ടെൻ്റ് അടിച്ച ആൾക്കാർ കിടക്കുന്നുണ്ട്, അല്ലാതെ നമ്മുടെ റിവറിലേക്ക് മാത്രം വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ റോപ്പ് വേ, അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ്, പിന്നെ മറ്റേ ഈ നമ്മൾ നേരത്തെ മുങ്ങിയ മറ്റേ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്നാ കയാക്കിങ്. അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. കയാക്കിങ് അല്ല, നമ്മൾ വീണ് ഇഷ്ടം പോലെ പരിക്കാട്ടോ. എവിടെയൊക്കെയാ പരിക്കുന്നറിയോ? 1 2 എനിക്കിട്ട് പിന്നെ എൻ്റെ പുറമെ മൊത്തം പോയ. ഓ ഗായ്സ് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നോട്ടോ. ഇത് ഇതേപോലത്തെ ഒരു സാധാരണ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. റെസ്റ്റോറൻറ്റ് അല്ല, ചാള സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഗായ്സ് നല്ല ചോറ്, നമ്മുടെ നാട്ടിലെ റേഷനരി പോലത്തെ അരി, പിന്നെ അല്ലേ, പിന്നെ ഡാല്, പിന്നെ ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഈ ഫ്രൈസ് പോലെ, പിന്നെ അതുപോലെ ചിക്കൻ കറി, മുളക് അരച്ചത്, അച്ചാർ. എന്നെ ലിവി അല്ലേ അല്ലേ. ഓക്കെ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണം വന്നോട്ടെ ഇവര് പറഞ്ഞ. ഓ ഗായ്സ് അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടിയിലെത്തി. ഓ ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടിട്ടോ. ബോട്ടേന്ന് വീണ് സംഭവിച്ചാലും നല്ല പണി, കാലും എല്ലായിടത്തും പണി കിട്ടോ. 2 പേരും കിട്ടി. ഇവിടെ എന്റെ പുറത്തിനൊക്കെ ഏറ്റവും കിട്ടി എന്റെ എളി അല്ലേ. അല്ലേ. ഓ ഗൈസ് ആ പുള്ളിക്കാരന്റെ കാലൊക്കെ പിടിച്ച് ഞങ്ങൾ വഞ്ചി മേടിച്ചാട്ടോ. ഓ ഗൈസ് ഇനി നമ്മൾ നാളെ പോകുന്ന സ്ഥലം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദൗക്കി പോയത് വേറൊരു വശത്താണ്, അതുപോലെ തന്നെ ദൗക്കിയുടെ വേറൊരു വശത്താണ് നമ്മൾ നാളെ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കിടിലൻ ചൈനീസ് വില്ലേജ് ഉണ്ട് അവിടെ പോകും. പിന്നെ അത് നമ്മൾ ഒറിജിനൽ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, അതായത് 1.5 മണിക്കൂർ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ കാണേണ്ട ഭയങ്കര സംഭവം. ആരും കേറി പോയില്ലാത്ത ഒരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളൊരു കിടിലം വെള്ളച്ചാട്ടം. എല്ലാവരും കാത്തിരിക്കണം ഞങ്ങളെ നാളത്തെ അതിമനോഹരമായ വീഡിയോയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ മേഘാലയ പരിപാടി കുറേ ഉണ്ട് മേഘാലയ കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് അരുണാചൽ പോകണം. അരുണാചലിൽ പിന്നെ ഞങ്ങൾ ഭൂട്ടാൻ, നേപ്പാൾ പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓ ഗൈസ് അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് കൊടുത്ത് എഴുതുക. ഗൈസ് ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. അതാണ്